ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ സെറ്റപ്പ് ഒന്ന് കണ്ടിട്ട് നിങ്ങൾ എവിടെയാണ് നിൽക്കണമെന്ന് അതിശയിക്കണ്ട. അപ്പോൾ ഞാൻ പോണ ഫിഫോണൊക്കെ അഫീഫാണാ പോണേ. അഫീഫ അന്തം കമ്മിയായി പോണ്ടോ ഇമ്മേ. അതിൻ്റെ ബാറ്ററി കഴിഞ്ഞാ? അതിൻ്റെ ഉരം കുറഞ്ഞല്ലോ. ഇമ്മേ അഫീഫ് പഠിച്ചോനെ. അഫീഫെ അക്കരക്ക് വിട്. എന്റെ ഇമ്മ എന്നെ പിടിച്ചു. പഠിച്ചോനെ ഏറ്റവും അയലോടത്ത് കൂടി ഞാൻ പോണ കേട്ടോ. കുറച്ച് നല്ലതല്ലേ അതാ അഫീഫ് അത് അന്തം കമ്മിയായി തിരിച്ചു വരുന്നു. ഇത് വരുന്ന കറക്റ്റ് ടൈമാ. സൂര്യൻ നോക്കാം അസ്തമിച്ച്. വേണ്ട അതല്ല എൻ്റെ കാണിച്ചു കൊടുക്കാം. ബഹുമാനപ്പെട്ട അഫീഫ് അതാ പോകുന്നു. ഒരു അന്തം കമ്മി മെഷീനാണ്. എങ്ങനെയാണ് ഇവ പോണാവോ? അപ്പോൾ ഇവിടെ നിൽക്കണോലൊക്കെ നമ്മളെ ആൾക്കാരാണ് കേട്ടോ. കണ്ടെടുത്തോ. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ദുബായ് വ്ളോഗ്സ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ ദുബായ് വരുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, കലഫു. അപ്പോൾ ആരാണ് കലഫു, എന്താണ് കലഫു, എങ്ങനെയാണ് കലഫു എന്നൊക്കെ അറിയാത്ത ആൾക്കാരുണ്ടാവും. സോ ഞാൻ ഇതുവരെ മൂപ്പരെ പരിചയപ്പെടുത്തിയില്ല. ബിക്കോസ് എപ്പോഴും നമ്മൾ വരുന്ന ടൈമിൽ നമുക്ക് വ്ളോഗ് എടുക്കാനും ഒരു ടൈം കിട്ടില്ല. കാരണം നേരെ എൻജോയ്മെൻറ്റിക്ക് ചാടി ഇറങ്ങലാണ്. ബട്ട് എന്നാലും പോയില്ലടാ പ്ലീസ് പോയില്ലേ. ബട്ട് എന്നാലും ഇന്നൊരു ദിവസം ഞങ്ങൾക്ക് ഇത് കാണിച്ചു തരുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാനിപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കണം എന്താ വെച്ചാൽ ഇത് നമ്മളെ പാംജുമേറയിലുള്ള നമ്മളെ തന്നെ വീടാണ് കേട്ടോ. എന്താ ചെയ്യുക, ഇതിനപ്പുറത്ത് തന്നെ ഷെയ്ഖ് ഹംദാൻ്റെ കുടുംബക്കാരെ വീടാണെന്നാണ് പറഞ്ഞത്. എന്ത് ചെയ്യാൻ, ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വീടെടുക്കേണ്ടി വന്നു. ജിംഷാദ്, യു നീഡ് മിനറൽ വാട്ടർ? ബിസ്മില്ലാ. കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ് വരൂ. ഇതിട്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണോ എടാ? ഇതിട്ടാ എങ്ങനെ നീന്താൻ വയ്ക്കും? ഇവരല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് ഇതിൻ്റെ പേരെന്താ? കടൽ വണ്ടി. ഇതിന് ഓടിക്കോ ചാട് പോയി ചാട്, അതിൽ പോയി ചാട്. അപ്പൊ കടൽ വണ്ടി ഇറക്കിയിരിക്കുകയാണ് നമ്മളെ പാമത്തെ വീടൊന്ന് കാണിച്ചു കൊടുക്കും. മാഷാ അല്ലാഹ്, മനോഹരമായ വീട്. ഇതാണ് നമ്മളെ വീട് കേട്ടോ. ഫാത്തിമ അവിടെ പോയി ഗെയിം കളിച്ചോളൂ, അല്ലെങ്കിൽ പോയി കടലിൽ ചാടൂ, എന്തെങ്കിലുമൊക്കെ ചെയ്യൂ, അല്ലെങ്കിൽ പൂളിൽ ചാടൂ. ഇത്രയും ആക്ടിവിറ്റീസ് ഉള്ളൊരു സ്ഥലം ലോകത്തെ എവിടെയില്ല കേട്ടോ. ഏറ്റവും തൂറ്റാപ്പിളി ഡ്രസ്സും അന്തമുട്ട സാധനങ്ങൾ ഇട്ടിട്ടാണ് നമ്മൾ ഇതിൽ ഇറങ്ങണത്. ബഹുമാനപ്പെട്ട ഈസാനത് അന്തം കമ്മിയായി പോകണ്ടോ? ഞാനുണ്ട് എന്നാ ഞാൻ തള്ള മൈക്ക് കുത്തിയാലോ? ചവിട്ടിട്ടുണ്ടോ? പക്ഷേ കരയിലോടും കടലിലോടും. ഞാൻ പുറത്തൊരു വീഡിയോ എടുത്തരാം. ബഹുമാനപ്പെട്ട നീയാണത് അന്തം കമ്മിയാണ്. എന്റെ സ്കൂബ ഡൈവിങ് എടാ നടക്കാൻ നിൽക്കണ്ട. പോലി നിക്ക് ഞാനുണ്ട്, നിക്ക്. ചെരുപ്പ് അപ്പൊ ഇതാണ് നമ്മളെ കടൽ വണ്ടി കേട്ടോ. ഇതെന്ത് പ്ലാസ്റ്റിക് അല്ലേ? എന്താ എറിഞ്ഞോ? എന്തായാലും പിടിക്കും, നോ പേടി. അങ്ങനെ കേട്ടാ എടാ, കൽഫില്ലാത്ത റൂട്ട് കൂടി ഇങ്ങോട്ട് കൂടി. ഈ റൂട്ട് തിരിച്ചണോ? ബഹുമാനപ്പെട്ട ഈസാനതായി വണ്ടി മന്ദം കമ്മിയായി പോകണ്ടോ? ഇജി എങ്ങനെയാ പോയത്? ജെല്ലി ഫിഷോ? ജെല്ലി ഫിഷ് കാണിച്ചേരാ.
ബഹുമാനപ്പെട്ട ഫാത്തിമ അത് അവിടെ കടലിൽ ഇത്രയും പെരലിൽ ഇത്ര കിടക്കുന്നുണ്ടോ? ഇങ്ങോട്ട് തിരിച്ചടാ. മഞ്ചേരി മലപ്പുറം കോട്ടക്കല് ലെഫ്റ്റ് 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 ലെഫ്റ്റ്. ഇല്ലില്ല, ഈ റൂട്ടിൽ പോയി ഇരുതല മറുതല കൂട്ടിമുട്ടിക്കാല പോക്കാണേ. സ്പീഡ് പോയിക്കോളി, നാളെ കുത്തിക്കോളി. ഇന്നലെ കുഴപ്പമില്ല, ഇരുതല മറുതല മുട്ടിച്ചാനാ. ബഹുമാനപ്പെട്ട വണ്ടി അണ്ടം കമ്മിയായി പോയല്ലേ, എന്റെ മൈക്ക് തരും. ആ ഞാൻ ഇവിടെ നിന്ന് എന്റെ മേലെ മൈക്ക് ഉണ്ട്. ആരാ ആരാ ആശിക പൊളിഞ്ഞിട്ടേ ഉണ്ടോ? എന്റെ കാലൊന്നും അടിച്ചോ? എടാ ഞാൻ ഓർമ്മയുണ്ട്. കപ്പൽ മുങ്ങിക്കോട്ടെ, അത് കടലിൽ മുങ്ങിക്കോട്ടെ, നിന്നെയും കൊണ്ട് അറ്റ്ലാന്റിക്കിൽ. ഇങ്ങോട്ട് ബാക്ക് ഇടുക്കി ഒരു റൗണ്ട് ഓട്ടറാ കൊണ്ടാ. മറ്റേ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ചോദിക്കും, അനു എന്തുകൊണ്ട് വണ്ടി ഓടിച്ചില്ല എന്നൊക്കെ. എന്റെ മൈക്ക് ബോസ് പെടണ്ട കേട്ടാ. കുറച്ച് കഴിഞ്ഞ് എടുക്കാം. ആരടേ അല്ലാ, എന്ത് പോക്കാ പോണേ? കടലിലൂടെ പോകുമ്പോ പേടിയാവും. പിന്നെ എന്തിനാ പോയത്? എന്ത് ധൈര്യത്തിനാ പോയത്? ഇവിടെ രക്ഷിക്കാൻ പോലെ ഒരു സാധനം, ഈ സാധനമൊക്കെ എടുത്ത് അവിടെ എത്തുമ്പോ മുങ്ങി മരിച്ചു അല്ലേ ജിംഷ? ഇവനെ ഏറ്റവും ആയക്കടലിന്റെ നടുവിൽ മുത്തട്ടാണ് ഇപ്പൊ വന്ന്. 15 എക്സിലിട്ടും കിട്ടില്ല. എടാ ഇങ്ങോട്ട് കൊണ്ടേ. എന്ത് യൂട്ടാണ് ഒറ്റ പോക്കോന്? അല്ലേ അനിഫ എന്തറിയോ, ആകെ രക്ഷിക്കാനുള്ള വണ്ടി ഇതാണ്. ഇതെടുത്തവിടെ എത്തുമ്പോ ഇത് ചവിട്ടി വരൂലേ? ഓ നല്ല കറങ്ങണല്ലേ, അതാണ് പോക്ക് പോണല്ലേ. എങ്ങനെയുണ്ട് സീൻ എക്സ്പീരിയൻസ്? ഇങ്ങനെ ദുബായ് മുമ്പ് വന്നിട്ടുണ്ടോ? അങ്ങനെ പറയാ, ഇനി വരും ഇൻഷാ അല്ലാ. ഞാനെ കൊണ്ടുവരും ഇങ്ങനത്തെ എക്സ്പീരിയൻസ്. ചൊറിയുണ്ടോ? ടെലിവിഷൻ ഇട്ടേ ചൊറിയില്ല, അത് ചെറുത് കുറച്ചുണ്ടാവുള്ളൂ. സീൻ ഫ്രെയിം അല്ലേ? സോ ഗായ്സ്, तुझे देखा तो है जाना सनम, प्यार होता है दीवाना सनम, तरी री री तररम तर तररर तररम सुई तुझे देखा तो ही जाना सनम. അധികം പോയാലേ ണ്ടാവില്ല സീൻ ട്ടോ. ദുബായ് കടലിൽ ഇറങ്ങി കുളിച്ച ആദ്യത്തെ വ്ളോഗർ. എനിക്കറിയില്ല കേട്ടോ, ഞാൻ ബാക്കിയുള്ള വ്ളോഗൊന്നും കാണില്ല. നമ്മളെ വ്ളോഗിനെ കാണില്ല. ഫുള്ള് കട്ട് ചെയ്ത് വിട്ടിട്ട് ആൾക്കാർ പറയുമ്പോഴാ അതിൽ ഇത് പെട്ടല്ലോ, അതിലത് പെട്ടോ, അതിലത് പെട്ടല്ലോ, അതിലത് പെട്ടോ എഡിറ്റ്. നമുക്ക് വ്ളോഗ് എടുക്കാനും എഡിറ്റ് ചെയ്യാനും മാത്രമല്ല അറിയുള്ളൂ, വേറെ എന്താ അറിയില്ലല്ലോ. ബഹുമാനപ്പെട്ട സൗണ്ട് എഞ്ചിനീയർ കിട്ടിയോ? ഓ വലിയ മീന്, ബിഗ് ഫിഷ്. Where is the chunda? I will catch now. Which fish? Allah. അല്ല ബാറ്ററി ആയില്ലല്ലോ. 90 ഇനിയും യോ അപ്പൊ നല്ല ബാറ്ററി ആയല്ലോ. ഇതാ അയച്ചു വിടന്നാ. ഞാൻ
അവന്റെ ലൈഫ് ജാക്കറ്റ് ഉണ്ടോ മീൻ ചാടിയുണ്ടോ വലിയൊരു അയില അറിയൊക്കെ ചെയ്യും ഇല്ലട്ടോ ആശികാക്ക് നീന്താൻ പോയിട്ട് ആശികാക്ക് നീന്താൻ പോയിട്ട് തിരിച്ചറിയില്ല ബഹുമാനപ്പെട്ട ആശിക അന്തം കമ്മിയായി പിടുത്തപ്പെട്ടിട്ടുണ്ടോ നീന്താനും അറിയില്ല ജാക്കറ്റും ഇല്ല പോണ നോക്ക് എന്തത് ഇതൊക്കെ എന്തത് യമഹേ ഈച്ചുവോ എടാ ഞാൻ ഇതിലെ പോട്ടെ ഇതിലെ പോകാൻ പറ്റില്ലല്ലേ വണ്ടി കരക്കടിയും തോന്നില്ല മക്കളെ എടാ ആ കടൽ വണ്ടി ഒന്ന് കൊണ്ടുവരി ഒന്നിങ്ങോട്ട് കൊണ്ടുവരി എങ്ങനെ ഇങ്ങോട്ട് തിരി ഇത് വേറെ ദ്വീപിക്കാണ് ഇത് പോണ കേട്ടോ ബഹുമാനപ്പെട്ട എടാ നീയാലേ ഇങ്ങോട്ട് തിരിക്കടാ നീയാലേ ഇങ്ങോട്ട് തിരിക്കി എന്നാ ഒരാളെ ഇറങ്ങി തിരിച്ച് എന്റെ മൈക്ക് ഇപ്പൊ മുങ്ങു ഹെവി റിസ്ക് ഉള്ള വ്ളോഗിങ്ങാ അയ്യോ even you used to tell that, right? ഇങ്ങോട്ട് കരക്കടി ബിജി കണ്ണസറാങ്ക ഇങ്ങോട്ട് വരി നിർത്തി എടാ ഇതൊന്ന് പിടിച്ചാണി ഒരാള് ഞാനും ജിമ്മി ഒരു റൗണ്ട് പോട്ടെ ഞങ്ങളത് തീരെ കയറിയിട്ടില്ലേ നമ്മളിപ്പോ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇങ്ങനെ ഇതിലെങ്ങനെ അന്തം കമ്മിയായി നടക്കാം നിങ്ങളൊക്കെ അന്തം കമ്മിയാണ് ഒറിജിനൽ ശരിക്കും അന്തം കമ്മി നമ്മളാണ് നമ്മളൊന്നും കയറുന്നില്ല ആഷിക്കാക്ക് ലൈഫ് ജാക്കറ്റും ഇല്ല നീന്താനും അറിയില്ല അറേബ്യൻ ഉൾക്കടലിലൂടെ ഒരു യാത്ര എന്നിട്ട് വലിഞ്ഞു കയറണല്ലേ ഈച്ചോ ഫോണല്ലോ ശ്രദ്ധിക്കേ എനിക്ക് വേറെ ഫോണില്ല വ്ളോഗ് എടുക്കാം നടക്കണ്ടോ അതിന്റെ ഒരു പൊടി എന്നാ അതിങ്ങോട്ട് വെച്ചാ ഒരു കൈ കൊടുക്കുമ്പോ അപ്പം കിട്ടും ഒരു കൈ വെയിറ്റ് മൂന്നാളല്ലേ രണ്ടാൾ പോകണുള്ളൂ ഇത് പൊടി ഇവിടെ പൊടി കാലുടുങ്ങ വൻ പവറല്ലേ ബഹുമാനപ്പെട്ട ഞങ്ങളത് അന്തംകമ്മിയായി പോവാണ്ടോ ദുബായ് ഉൾക്കടലിലൂടെ കാണികളെ പുളകം കൊള്ളിപ്പിക്കുന്ന യാത്ര അതൊക്കെ ഏതാ വ്യൂ ഈച്ചോ അധികം അടിക്കുമല്ലേ എന്റെ മറ്റേ അണ്ടർ വാട്ടർ വ്യൂ ഇല്ല അവിടെ ശനുബലിയ ഇതാ അയക്കടലാട്ടോ മാറിന്താ അയ്യേ ഇജന്നെ പോലെ കേട്ടോ ആ വ്ളോഗർ ഇങ്ങോട്ട് പോ ആ ചോരണ്ട് ജസ്റ്റ് മുറിയായി ഇമ്മ എടാ അത് വരുന്നേ ആശിക്കൊക്കെ നല്ലോ എൻജോയ് ചെയ്തിട്ടോ അത് നല്ല Hello guys, welcome back to my YouTube channel. എടുക്കാം
ബുറാക്കിലേറി ഏറ്റം ഷാറഫോടെ റസൂലും പാറി. എടാ നമ്മളെ ടർക്കി അത് അന്തങ്ങമ്മയെ അവിടെ മുങ്ങണ്. അല്ല ക്യാമറ പിടിച്ചെടുക്കല്ലേ? എനിക്കിട്ടു ഈ ശരി. എൻ്റെ കാലിലോട്ടില് ബഹുമാനപ്പെട്ട ടർക്കി അത് അന്തങ്ങമ്മയായി മുങ്ങിപ്പോയിട്ടോ പറയാതെ. വിട്ടോ ഉണക്കാണ് ഇത് പിടിച്ചോ. അപ്പൊ ഗ്രിപ്പുണ്ടാവും. ഏയ് ഇല്ലല്ല വള്ളാവുമ്പളേ തീപ്പൊരി പമ്പരം കറക്കി വിടാം, ഇടിവെട്ടും മമ്മൂട്ടിന് തിരികൊളുത്താം. മുസ 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 മാറിന്നോ അല്ലെ മൂക്കുണ്ടാവില്ല. മുസ 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 മുസ. എന്താ രസം. ഈ വണ്ടിക്ക് എത്ര റുപ്യ വരും? കമൻറ്റ് ചെയ്യാട്ടോ. എത്ര റുപ്യ ലാസ്റ്റ് എത്ര കൊടുക്കാൻ പറ്റും? ഇത് 2018 മോഡല്, 2012 മോഡല്, സിംഗിൾ യൂസ്, ഹരിയാന രജിസ്ട്രേഷൻ, വെറും 7.5 ലക്ഷം മാത്രം ഓടിയ വണ്ടി. ഫ്ലഡില്ല, കൊറോണ ഇല്ല. ടയറ് 35% ടയറും 65% എന്തുണ്ട് ഫിറ്റിങ്ങും ഉണ്ട്. ടയർ തേച്ച് ഒട്ടിച്ചോണ്ട് വെറും 2 റുപ്യക്ക് ലാസ്റ്റ് കയറിക്കോളി. ഞാൻ ടയർ മാത്രം സ്ഥലം കേട്ടോ. ആരാ എടാ ഒന്നവിടെ ഇമ്മേ ഈ ഷാനോ കൊണ്ടുപോയി കടലിലിട്ടാണ്ട്. ആരെ കൊണ്ടുപോയി കടലിലിട്ട്? അതൊക്കെ കളഞ്ഞ ചീത്തിട്ടോ. വണ്ടിക്ക് സൈഡ് വലിവ് ഉണ്ടോ? സൈഡ് വലിവ് കയറിയപ്പോഴാണ് ഇത് നീങ്ങളപ്പം. ബഹുമാനപ്പെട്ട വണ്ടി നീങ്ങളട്ടോ. അതുകൊണ്ടാ ഞങ്ങക്ക് മത്സ്യത്തിന്റെ പോലെ വരാന്. അത് ചവിട്ടിച്ച നീങ്ങാത്ത വെറുതെ രണ്ടാള് പണിയെടുത്തല്ലേ പോളത്. ആശിക്ക നിക്ക് ടയറിന്റെ അടി കൊടുങ്ങല്ലോ. വെള്ളത്തിൽ പയച്ചാളും. അറ്റമ്പേറുമാൻ ദിക്കിൽ മീറാടിൽ ഞാൻ കുതിക്കും. പോണ് ബഹുമാനപ്പെട്ട നീയാൽ അന്തംകമ്മിയായി പോണട്ടോ. തോയഞ്ഞിട്ട് കാര്യമില്ല. അത് റിമോട്ട് നോക്കേ. നല്ല വൈബുണ്ട് അതൊരു പോനെ. നല്ല രസമുണ്ടല്ലേ? പക്ഷെ ആ നടുവിലൊക്കെ ഭയങ്കര ഓളം കൂടുതലാണ്. എല്ലാ ചാൻസും കാണില്ല. അത് ഒറ്റ ബുദ്ധിയായി പോണവർക്ക് ഇങ്ങനെ പോവാ. പോയിക്കോ. അല്ല മുങ്ങല്ലേ. ഇങ്ങോട്ട് പോ. അയ്യോ നമ്മളെ ചാനൽ മുങ്ങിപ്പോണ്. പറച്ചോരെ ഇങ്ങോട്ട് ബഹുമാന അന്തംകമ്പി എടാ നീച്ചെന്നപ്പോൾ ഞങ്ങള് വീണേ. ലെഫ്റ്റ് എടുത്തോ. ബഹുമാനപ്പെട്ട നിയാലത കിഴക്കൻ ചക്രവാളങ്ങളെ സാക്ഷിയാക്കി അന്തംകമ്മിയായി അവിടെ പൊളിഞ്ഞു വീണു. ബഹുമാനപ്പെട്ട നിയാല് എടാ അതില് കയറാതെ മോട്ടർ സ്പീഡ് വിട്ടല്ലേ ഡിസ്കേ. അതിപ്പോ ഒറ്റക്ക് പോവില്ലേ? ബഹുമാനപ്പെട്ട നിയാല് കിഴക്കൻ ചക്രവാളത്തിന് സാക്ഷിയാക്കി. അത് കിട്ടിക്കണോ? ഉറപ്പാ? ബഹുമാനപ്പെട്ട എടാ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. മത്സ്യം തന്നെ ഷൂ ഇവിടെ തിരി ബാക്ക് അല്ല നമ്മളെ എടത് ചവിട്ടിയാ പോട്ടോ. രണ്ടാള് വൻ എടാ നല്ല ഇതാട്ടോ. വൈകുന്നേരം ജിമ്മ പോണേനൊക്കെ ബഹുമാനപ്പെട്ട നീയാലോ അന്തംകമ്മിയായി പൊളിഞ്ഞിട്ട് വീണ്. അല്ലാ
ഇങ്ങോട്ട് പോര് റബ്ബേ നിങ്ങളെ ഉമ്മാരുടെ അടുത്ത് കിച്ച് കൊണ്ടുപോകണം നിങ്ങളെ എന്നെ വിശ്വസിച്ച് വിടണാണ് ഇതിലെ പേര് ഇമ്മാനുട്ടി ഇങ്ങോട്ട് പോകാനാണ് ഞമ്മക്കിതാ നല്ല ഇങ്ങോട്ട് വാങ്ങും അല്ലാ ആ പോണ് അത് പവറേ നമ്മളെ കൺട്രോളില് വൻ പവറാണ് കണ്ടറിയില്ല സത്യം ആയക്കടലില് നീന്താൻ അറിയില്ല മറ്റേ ലൈഫ് ജാക്കറ്റും ഇല്ല റെയിൻകോട്ടും ഇല്ല റെയിൻകോട്ടും ഇല്ല സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ ഇന്നത്തെ യാത്ര ഇതാ കടൽ തീരങ്ങൾ തിരിച്ചെത്തുന്നു. അഫീഫിനെ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചാട്ടോ. അഫീഫിന് ഇതുവരെ ഒന്നും കിട്ടിയില്ല, 2 വീക്കണ വീഡിയോ അല്ലാതെ. എങ്ങനെ എടുത്താ നിന്ന് പോയ രസം ഉണ്ടാവും അല്ലേ? എടാ അവിടെ എന്താ കടലിൽ തിന്നാൻ കിട്ടാ ഷോപ്പ്? എടാ അവൻ എന്താ കൊണ്ടുവരണേ? വാട്ട്സ് ദാറ്റ്? വാട്ടർമെലൺ? ഈച്ചയോ ക്യാമറ വെച്ച് ഇതാക്ക്. താങ്ക് യു സോ മച്ച്. അല്ല ബഹുമാനപ്പെട്ട വണ്ടി ഇതാ വാട്ടർമെലൺ കൊടുക്കാതെ വിടും. താങ്ക് യു. കുറച്ച് മതി. എന്ത് ടേസ്റ്റ്. അപ്പോൾ ദുബായ് കിഴക്കൻ ചക്രവാളങ്ങൾ അസ്തമയങ്ങളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് ഇന്നിവിടെ കുടിക്കാൻ മൈ ദുബായ് വാട്ടർ ഇസ് ലൈഫിൻ്റെ വെള്ളമുണ്ട്, റോബസ്റ്റ പഴങ്ങളുണ്ട്, നല്ല മറ്റേ ഷുഗർ ഫില്ല് ചെയ്ത പോലത്തെ ഷമാമുണ്ട്, നല്ല മധുരമുള്ള പൈനാപ്പിളുണ്ട്, പീച്ച് പഴങ്ങളുണ്ട്, പോം ഗ്രാനൈറ്റ് ഉണ്ട്, പ്ലേറ്റ് ഉണ്ട്, മേശുണ്ട്, JBL സ്പീക്കറുണ്ട്, അനീഫുണ്ട്. അനീഫ് കാസർഗോഡ് സ്വദേശിയാണ്. അനീഫ് ഇവിടെ വരൂ. അനീഫ് എന്താണ് വിശേഷം? സുഖം. എവിടെയാണ് സ്ഥലങ്ങൾ? കാസർഗോഡ്. അപ്പോൾ കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് അനീഫുനായിട്ട് ഞാൻ വെച്ച് പുലർത്തിപ്പോരുന്ന ബന്ധം അതിവലുതാണെന്ന് തന്നെ എനിക്ക് പറയാം. കലഫൂൻ്റെ റൈറ്റ് ഹാൻഡാണ് അനീഫു. ഒരു മലയാളിയാണ്. അപ്പോൾ ഓരോ മലയാളികൾക്കും അഭിമാനിക്കാൻ പറ്റുന്ന നിമിഷമാണ് അനീഫ് അവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. അനീഫു എത്ര കാലമായി ദുബായിൽ? 14. ഓ അപ്പം ഞാൻ ജനിച്ച് 10 വയസ്സായപ്പോൾ തൊട്ട് നിങ്ങൾ ഇവിടെ ഉണ്ട്. അനീഫിന്റെ കണ്ണിനെ കുറെ ഗേൾസ് ഫാൻസ് ഉണ്ട്, പക്ഷെ പെണ്ണെട്ടിക്കണേ ആ കണ്ണ ചെറുക്ക് പാവണ്ടോ എൻ്റെ ആളാണ്, പാവാണ്. അപ്പോൾ ഇവിടെ എല്ലാവരൊക്കെ നമ്മളെല്ലാവരും മലയാളീസ് തന്നെ കേട്ടോ, ഫുള്ള് ചെക്കന്മാരെല്ലാവരും. ഇപ്പോൾ കെ പി ആശിക്ക് ഇതാ വണ്ടിയിൽ തിരിച്ചു പോവാട്ടോ. സൂര്യൻ അസ്തമിക്കാൻ ചുടുത്തോ കിംഷ. ഓ ഏതാ വ്യൂ മോനെ. ഇപ്പൊ ചൂട് കുറഞ്ഞോ? ശരിക്കും ഡിസംബറിലൊക്കെ ഈ ടൈമിൽ സീനാവൂലേ, നല്ല വൃത്തിയുള്ള ക്ലൈമറ്റ് ആവൂലേ. ബഹുമാനപ്പെട്ട മാനേജർ തന്തകമ്മയായി പോണ്. You eat this? No, I'll ask him to make me one egg sandwich. You want some? No. ബഹുമാനപ്പെട്ട ഷാനുത പോണ്ട ഡീസ്കായി പോകുന്നുണ്ട്. മുപ്പത്തിരണ്ടിന് പല്ലു ചുരിച്ചാണ് പോണത്. ഇങ്ങാനുണ്ട് ശരിക്കും അവൻ്റെ മുന്നിലില്ലേ വേറെ ക്യാമറ വെക്കണം, ആ മൂന്ത കിട്ടാൻ വിളിച്ച മൂന്ത. ഇതെന്താ ഇവിടെ ഇത് കാണിച്ചു കൊടുക്കുക. ഇത് ഇവിടെ കുറേ നേരമായി, 1 മണിക്കൂറായി ഇവിടെ നിന്ന് തായിണ്. ബഹുമാനപ്പെട്ട നിയാലിത് അറബിക്കടലിൽ 50 സെൻറ്റ് സ്ഥലം എടുത്തിട്ട് അന്തംകമ്മയായി വരുന്നു. ഷാനോ പോണ് അതാ പോണ്. കുറെ വട്ടം വീണില്ലേ, പക്ഷെ എന്നാലും സെറ്റായി. ഇഞ്ഞോല് വരട്ടെ എന്നിട്ട് കാണാം.
അടുത്തായി ഞാൻ ട്രൈ ചെയ്യാൻ പോട്ടെ അവിടെ എന്താകുന്നാവോ കുറേ നേരമായി അവിടെ ഇരിക്കണേ ആരത് അല്ലല്ല ഇതോ ഇനി ഒതുക്കിക്കളാ കേറാനായി തോന്നണേ ആ ഞാൻ പോകാൻ തുടങ്ങിട്ടോ ഞാൻ പോന്ന എന്താ അനാന അങ്ങോട്ട് പോകണ്ട വല്ലാതെ ഇച്ചറിയില്ലടാ ഈച്ച പറഞ്ഞു കൊടുക്കടാ ഓഹോയ് 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 ശ്രാങ്കെ കര അങ്ങോട്ടല്ല ശ്രാങ്കെ അനിയോ സാൻഡിക്ക് വരരുത് പറഞ്ഞേ ഇങ്ങോട്ടേ മണ്ണിക്ക് വരരുത് പറഞ്ഞു വിളിച്ചില്ല വിളിച്ചും കമ്മി ആയിക്കണേ ഡൗൺ ആയി എന്തേ പക്ഷെ ഞാൻ പോട്ടെ അനോ മൈക്ക് ഉണ്ട് എൻ്റെ കയ്യില് മൈക്ക് എങ്ങനെ വെക്കാനോ മൈക്ക് എങ്ങനെയുണ്ട് ഇനി എക്സ്പീരിയൻസ് ഒന്നും പറയാല്ല ഞാൻ വേറെ ഇറങ്ങി ഇതെന്താ ഒന്നുമില്ല എന്തേലും പറ്റിയാടെ എന്തേലും ആയാലും എന്നെ രക്ഷിക്കാൻ പോലും വണ്ടിയില്ല ആ വണ്ടിയുള്ളത് ബോട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറ്റിയാൽ കലഫ് ഒന്നായിട്ട് വരും തിരിച്ചാ നമ്മളെന്നെ തിരിച്ചാണല്ലേ ലെഫ്റ്റിക്ക് ഒന്നും പോവില്ലല്ലേ മുന്നേ പോയിക്കണോ അതൊക്കെ ഉള്ളൂ രസമുണ്ടോ പക്ഷെ ഇത് കൊള്ളൂല വേണ എന്റെ കേട്ടോ ഇത് കുറച്ചുകൂടി മരുന്ന് ഇതെന്താ സംഭവം എന്റെ കേട്ടോ എന്റെ കേട്ടോ എന്റെ കേട്ടോ വണ്ടി ബഹുമാനപ്പെട്ട വണ്ടി അന്തങ്ങമ്മ ഒറ്റക്ക് പോണത് കേട്ടോ ഇന്ന് കൂടുതൽ ബഹുമാനപ്പെട്ട ശബ്ദം ഇട്ടോ ഇത് ഇന്നെ കൊള്ളുണ്ട് ഇത് നോക്കാം ഓ ഇതിമത് ഇങ്ങനെ വെച്ച് വ്ളോഗ് ചെയ്യാം ഹായ് ഗായ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് അത് ഓല് വിശദീകരിച്ചിട്ട് എനിക്ക് ഞാൻ ഫുള്ള് പഠിച്ചിട്ടില്ല ഇല്ലേ എന്താ ചൂട് ഇപ്പൊ ചൂടായിട്ടോ വെള്ളം അപ്പൊ സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട ജിമ്മിയത് അന്തം കമ്മിയായി പോട്ടോ സീം ഫ്രെയിം ആട്ടോ ഇമ്മിയെ ഓ ഹൊയ് ഹൊയ് ഓ ഹൊയ് ഹൊയ് അവിടെ പോയി കണ്ട് ആ കടലിലെ നടുവ് പോയിട്ട് അതിന്റെ സെറ്റിങ്സ് ഒക്കെ വെച്ച് നമ്മളെങ്ങനെ പറഞ്ഞാ ഇതിലെ വാ അയ്യോ അഫീഫെ അഫീഫെ ബഹുമാനപ്പെട്ട അഫീഫ അന്തം കമ്മിയായി കണ്ട് മുടിക്ക അപ്പൊ സുഹൃത്തുക്കളെ ജിമ്മിട്ടോ സുഖം
കപ്പൽ മുങ്ങിക്കോട്ടെ, അത് കടലിൽ മുങ്ങിക്കോട്ടെ, നിന്നെയും കൊണ്ട് അറ്റ്ലാന്റിക്കിൽ ഡാൻസ് കളിക്കും ഞാൻ. അതോപ്പൺ കണ്ണം സ്റ്റൈൽ, ഇതെന്റെ തോമസ് സ്റ്റൈൽ. പറഞ്ഞു വിടല്ലേ. അപ്പോൾ ഈ ലോക്ക് ആവണതിന്റെ മുന്നേ 5 സെക്കൻഡ് ഇല്ലേ, അതിന് മുന്നേ ഇത് വെക്കുക. ഇത് നെക്കിയിട്ട് മെല്ലെ പോയി കൊടുക്കുമ്പോൾ മെല്ലെ സ്പീഡ് കൂട്ടി കൊടുക്കുക, നമ്മളെ കംഫർട്ടിനനുസരിച്ച്. പിന്നെ ചില സ്ഥലത്ത് തിരിയാനാകുമ്പോൾ സ്പീഡ് സാധനമല്ലേ, നിങ്ങൾ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ടക്ക ടക്ക അങ്ങനെ അടിക്കും. അപ്പോൾ സ്പീഡ് കുറക്കുക. പിന്നെ ഇവിടെ എത്താനാകുമ്പോഴത്തേന് നിങ്ങൾക്ക് ഇങ്ങനെ വരുമ്പോൾ മെല്ലെ മെല്ലെ സ്പീഡ് കുറക്കുക. വെക്കണം. അപ്പോൾ ഇതിമ വെച്ച് പിടിക്കണ്ട, ഇത് സ്റ്റാർട്ട് ആവാൻ വേണ്ടി വലിച്ചെടുത്തിട്ടോ. മനസ്സിലായോ? അപ്പോൾ ലോക്കാക്കണം. ലോക്കാക്കണ്ട, പിന്നെ ഫുള്ള് കയ്യുമ്പോഴാണ്. പിന്നെ ഓഫ് ആക്കാനില്ല, ഇത് ടൈറ്റ് ആണ്. അപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് വലിച്ചാൽ മതി. ഓണില്ല. ഇനി കൊടുക്ക്. ആ പോണ് പഠിച്ചോനെ ജിമ്മി, അതാ ആഴക്കടലിന് അറബിക്കടലിനെ രക്തസാക്ഷിയാക്കി കൊണ്ടുപോകുന്നു. ആ ഇതേമാതിരി ഞാൻ പോയാലും ഉണ്ടാവുക അടിവാങ്ങ. തിരിച്ച് ലെഫ്റ്റ് തിരിച്ചോക്കെ നിന്നോ. അതൊരു മയത്ത് പിടിച്ച മയത്ത് പോളൂല്ലേ. ഞാൻ ഇജായി തന്നെയാണ് മോട്ടാക്കി പൂമാറിന് എടുത്താണ്ട് ഒന്നായിട്ട്. ഞാൻ ആകെ പേടിച്ചു, ഞാൻ പെരുമ്പോ പറയരുത്. അങ്ങനെ പോയാൽ എന്തായാലും ഞാൻ പൊളിഞ്ഞിട്ട് വെക്കും. ഏതായാലും മുക്കിൽ വീണ് മൂക്കൊക്കെ ഉപ്പുവെള്ളം കയറിയാണ്ട് ഉള്ള സൈനസും കൂടി സീനായി. എന്താണ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു ദിവസം? ബീച്ച് ഡേ. യു ലൈക്ക് ഇറ്റ്? Perfect beach day. You like Dubai? Yes. You like UAE? I like You like Saudi Arabia? Dubai. Okay. Dubai is wonderful. Dubai is wonderful. Saudi is so wonderful because there is Makkah and Medina. Yes. Once you visit Makkah, there is no place like Makkah. Of course. Laicho? അത്രേ ഉള്ളൂ. അത് ഞാൻ എവിടെയും പറയും. വീണ്ടും പോകണം ഞാൻ മനസ്സുകൊണ്ട്. ഇതൊക്കെ പർപ്പസ്ഫുള്ളി വരുന്നതാണ്. മനസ്സുകൊണ്ട് എനിക്കൊരാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് സൗദി അറേബ്യത്തേക്കും മക്കത്തേക്കുമാണ് ഞാൻ പോകാൻ ആഗ്രഹിക്കുക. എനിക്കിഷ്ടമാണ്. എന്തൊരു സമാധാനമാണ് റബ്ബെ അവിടെ ഉള്ളത്. പിന്നെ വൻ സമാധാനം. ബഹുമാനപ്പെട്ട ജിമ്മേതാ നീച്ചിന്ന് പോകുന്നു. ബഹുമാനപ്പെട്ട ജിമ്മി അന്തം കമ്മിയേതാ നീച്ചിന്ന് പോകുന്നുട്ടോ. എൻ്റെ മുറിമ ചവിട്ടി. മുന്നിക്കിരിക്കണം. സ്പീഡ് കൂട്ടണതിനനുസരിച്ച്. പക്ഷെ സ്പീഡ് കുറച്ചാലും ഇങ്ങനെ വെക്കും, സ്പീഡ് കുറച്ചാലും ഇങ്ങനെ വെക്കും, സ്പീഡ് കൂട്ടിയാലും ഇങ്ങനെ വെക്കും. ഒരു ഇടനാടുപോലെ ഒരു 15-14 ഇങ്ങനെ വിടണം. 5 എടുത്തിട്ടാണ് ഇങ്ങനെ ഷെയ്ക്കാണല്ലേ ആക്ച്വലി. പക്ഷേ വീഡിയോയിൽ ഇത്ര ഉണ്ടാവില്ല. ഇനി സ്പീഡ് കൂട്ടേ, മെല്ലെ മെല്ലെ, ഫുള്ള് കൂട്ടല്ലേ, കുറച്ച് കൂട്ട്. കാടേറും കൊമ്പാൻ വെട്ടക്കാൻ ജിമ്മി ജിമ്മി ജിമ്മി. ഓ ആ വരുന്നത് നരനത്തെ മോഹൻലാലിനെ പോലെ വരുന്നതാ. ഏയ് കാടേറും കൊമ്പാനത്ത് താൻ വെട്ടക്കാതെ കാടേറും കൊമ്പാ വെട്ടക്ക. ഇനി ഇവിടുന്ന് നീച്ചെന്ന് സാറാക്കൂട്ടോ. അപ്പോൾ മിക്കവാറും വെട്ടക്കാരൻ ജിമ്മി ജിമ്മി തക്ക്. നീച്ചക്ക് 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 ഇനി സ്പീഡ് വിട്ട്. ആ ബഹുമാനപ്പെട്ട ജിമ്മി അത് അന്തം കമ്മിയായി പോയിട്ട് റിമോട്ട് വലി ഒറ്റക്ക് പോവൂലേ? റിമോട്ട് ടൈറ്റ് അല്ലേ? ഓ എനിക്ക് ഇങ്ങനെ സാങ്കേതിക വിദ്യ തകരാറുള്ള അതിനൊന്നിനെ വിദ്യകളായിട്ട് എനിക്ക് കോപ്പയിൽ പോകുന്നു. ഈച്ചു പോയേക്കുന്ന സെറ്റല്ലേ? ഈച്ചു ഓണം കൂടി എടുക്കാണ്ട് അവിടെ പോയി കയറാ. ചാർജ് ചെയ്യാനേക്കണോ? ചാർജ് എത്ര ഉണ്ടാ കയ്യില്? എത്ര 50 ഉണ്ടോ? ഈസാഞ്ഞി പോയി കണ്ട് നടുക്കടലിൽ കുടുങ്ങോ? ഇങ്ങോട്ട് അജന്താ അങ്ങോട്ട് പോണേ. ശ്രാങ്കെ ദിശ മാറിട്ടാ. ദിശ മാറി തോയല്ലേ ശ്രാങ്കെ? സെറ്റല്ലേ?
നല്ല സ്ഥലേ നല്ല സുഖമുണ്ട് കാര്യമായിട്ട് അറിയണേ പണിയൊന്നുമില്ല ഇങ്ങോട്ട് കയറി കിടക്കുക. അതെ എനിക്ക് പണിയൊന്നുമില്ല, ഞാൻ പോയാണ്ട് പോകുന്നല്ലാതെ. പണിയൊക്കെ എങ്ങക്കാവും. ദുബായ് പോലീസിനെയും ദുബായ് മറ്റേ കടൽ നേവിനെയൊക്കെ വിളിക്കേണ്ടി വരും. കണ്ണൊക്കെ വെള്ളായി അല്ല ഈ ചോദിക്കും പോയോ കനോ നല്ലടാ. മെഷീൻ ഓണാക്കല്ലോ എൻ്റെ കാലം തന്നെ മെഷീൻ എടുത്താ. ചുമന്ന കളർ ഇങ്ങനെ വരും ഇവിടെ കടലിൽ. കടലുണ്ടാവും പ്രത്യേക ഒരു സാഹചര്യത്തിൽ ചുമപ്പ് വെള്ളം പുറപ്പെടുവിക്കുന്നു. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? കാലിൻ്റെ കാഫ് കരിഞ്ഞ് ഇതിൽ കുത്തി കറങ്ങിയെന്ന് മനസ്സിലാക്കാം. അടുത്തതായി കൂറ്റമ്പാറയുടെ കൊമ്പൻ, കൂറ്റക്കൊമ്പൻ ഈസാൻ ഇതാ പോകുന്നു. തെല്ലും ആരും എന്തിനും പേടില്ലാത്ത ഈസാൻ, ഒറ്റ ബുദ്ധി ഈസാൻ. ഉണ്ടാക്കുമ്പോലോ ചെറായി പോയിലൊന്നും ഇറക്കിയാലോ. എന്നിട്ട് ആ പാറമലൊക്കെ തട്ടി തെറിഞ്ഞ് മറ്റേ അടുത്ത ഡാമുമലൊക്കെ പോയി ഇടിച്ച് അടുത്ത മണലൊക്കെ കോരി. ചാർജ് എത്ര ഉണ്ടാവും? അല്ല ആ കട്ട ഫുള്ളില്ല, പകുതി ഉണ്ട്. ഇത് പൊന്തി കിടക്കൂലേ? ആ ഇത് പൊന്തി കിടക്കും. ചാടിക്കോ, ഒന്നുമില്ല. കേറി കിടക്ക്, ഈച്ചു കേറി കിടക്ക്. ഓണാക്കട്ടെ അത് ആ കമ്പനിക്കാരെ അറിഞ്ഞിറക്കിയാട്ടോ ആ സെൻസർ. അല്ലെങ്കിൽ നിങ്ങളെ പോലെ കമ്പനിക്കാരൊക്കെ ഇന്നെ മോട്ടറാക്കിയ പോലെ അതിമ കുത്തിയൊറ്റ വിടില്ലാവും. ഇതിന്റെ മോട്ടർ അടിയില്ല കേട്ടോ, മാറി നിന്നാട്ടോ ഫിഫെ. ഇതെന്താ വെള്ളക്കുപ്പിയോ? അതാണ് ദുബായിന്റെ ഗുണം. നാട്ടിലത്തെ പോലെ അവിടെ ഇവിടെ ഇടാൻ പറ്റും. കാലിപ്പം ആ പോണ് ബഹുമാനപ്പെട്ട ഈസാൻ. ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ മുട്ടും വരുന്ന നോക്കി. ആഷിക്ക് എന്ത് ധൈര്യത്തിലാണ് പോയത്? ആഷിക്ക് എന്ത് ധൈര്യത്തിലാണ് പോയത്? ഇല്ല ഓന് പണി അറിയ അഫിയെ. അപ്പൊ നിനക്കും പണി അറിയാം. നല്ല രസമുണ്ട്. പൂതിണ്ട് അഫിയെ. എന്താ പറയാ ഒന്നും പറ്റില്ല. ആടാ അല്ലെങ്കിലും എല്ലാവർക്കും ചെയ്യണ എല്ലാവർക്കും പറ്റില്ല. 10,000 ഒരാളൊക്കെയാണ് എല്ലാത്തിലും മരിച്ചല്. അങ്ങനെ വിചാരിച്ചാൽ നടന്നത്. അങ്ങനെ വിചാരിച്ചാൽ എത്രയും കാലം ജീവിച്ചു. അങ്ങനെ മതി. ഈ സാധനം അപ്പുറത്തെ കരയിൽ കൂടിയാണല്ലോ പോണേ. അവിടുത്തെ മണൽ മൊത്തം കോരി വന്നിട്ടോ. ഇതിന് വാ മര വരുന്നത് കേട്ടോ. ഓ നമ്മൾ പൊടിച്ചത് എയിം ഇട്ടിയാ പോകാൻ പറ്റുന്നുണ്ട് എനിക്ക്. എയിം ഇട്ടിയാല് എയിം ഇട്ടിയാൽ പോകാൻ പറ്റും. അങ്ങനെ പോവാ സെറ്റ് പോവാ ഇരുന്നാണ്ടല്ലേ. അതിന്റെ ആ മോട്ടർ അടക്കം പൊന്തൂലേ? ആ കമ്പി അടക്കം പൊന്തിട്ടാ പോണേ. പക്ഷി ആ വരുന്നേ. ഇവിടെ അന്തങ്കമ്മയെ നീച്ചെന്ന് പൊളിഞ്ഞെട്ടി മിക്കവാറും ഈ ഒന്നിലും കൂടാത്ത എൻ്റെ നെഞ്ചത്തുമ്പോൾ കൂടെ ഈ കാലത്ത് കയറ്റഞ്ഞി. സ്പീഡ് കുറക്ക്, ഇരിക്കുമ്പോ സ്പീഡ് കുറക്ക്. വലിച്ചോ ഇങ്ങോട്ട് വന്നിട്ട് വലി. സീൻസാണ് കേട്ടോ. ലൈൻ കാട്ട്
കഴിഞ്ഞു വൈൻഡപ്പ അതിനുറങ്ങി അപ്പോൾ ഞാൻ തന്നെ വൈൻഡപ്പാണ് എടുത്ത് ഇങ്ങനെ വൈൻഡപ്പ് ഗൈസ്. അപ്പോൾ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. നമുക്കൊരു സമാധാനം. ഈ സാധനല്ലേ അല്ല പൂസാരി. Bye guys, thank you for watching. Bye. Subscribe ചെയ്യൂ, ബെല്ലൈക്കൺ അമർത്തൂ, കമന്റ് ഇടൂ. വേണ്ട ഒന്നും വേണ്ട.